ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഓ ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പിച്ച് അവർക്ക് മനസ്സിലായി വരുന്ന ഒരു സമയത്ത് തന്നെ പല CPM ഹാൻഡിലുകളുടെയും സ്റ്റാറ്റസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു രസകരമായ വേർഡിങ് എന്താന്ന് വെച്ചാൽ വിൽ കറക്റ്റ് ആൻഡ് കം ബാക്ക് എന്നുള്ളതാണ്. തിരുത്തും തിരിച്ചു വരും. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ അങ്ങ് മാറി പതുക്കെ തിരുത്തും തിരിച്ചു വരും എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു സംഭവം വന്നപ്പോ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാചകമാണെന്ന് തോന്നുന്നു. എന്നാലും തിരുത്തും തിരിച്ചു വരും എന്നുള്ള രീതിയിൽ സഖാക്കന്മാരുടെ ഈ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ അതിനോട് എന്താണ് തോന്നുന്നത്? ഇല്ല, അവർക്ക് നിലവിലുള്ള അവസ്ഥ വെച്ച് അവർക്ക് തിരിച്ചു വരാൻ അവർക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആന്റി ഫാസിസ്റ്റ് ആയിരിക്കുന്ന ഒരു മുന്നണി സംവിധാനം കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെടുത്തുന്നില്ല എങ്കിൽ, അതായത് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്ന മുന്നണിയുടെ ഭാഗമാകുന്നില്ല എങ്കിൽ, വിജയൻ പറഞ്ഞിരിക്കുന്ന ഈ പരിവാറുമായി ബന്ധമുള്ള സംഭവത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തിരിച്ചു വരാമെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, അസംബന്ധമാണ്, അത് നടക്കാത്ത വിഷയമാണ്, നടക്കില്ല അത് ഒരിക്കലും. അപ്പൊ തിരുത്തും എന്ന് പറയുന്നതിൽ തന്നെ തിരുത്തും എന്ന് പറഞ്ഞ ഗോവിന്ദൻ പറഞ്ഞ പോലെ വെറും അസംബന്ധം മാത്രമാണ്. അതിൽ അർത്ഥമില്ലാതെ വരുന്ന സാധനം അത് കേട്ടാ. അതെ, എന്തായാലും ഈ 10 വർഷക്കാലം തെറ്റാണല്ലോ തിരുത്തപ്പെടേണ്ടത്. 10 വർഷക്കാലം തെറ്റായിരുന്നു എന്ന് സഖാക്കള് തന്നെ മനസ്സിലാക്കുന്നതാണോ ഇത് ഇപ്പൊ ഈ തിരുത്തും എന്നുള്ള വാചകം വരുന്നത്? അതല്ല, ഇത് പറഞ്ഞില്ല എങ്കിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്നതാണ് അതിനകത്ത വിഷയം. തിരുത്തുമെന്ന് അവർ, അതായത് ഇപ്പൊ ചോദ്യം ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞില്ലേ വീട്ടിൽ പോയി ചോദിച്ചാൽ പറഞ്ഞില്ലേ? അതെ അതെ, ഇതുപോലെ ഒരു പരാമർശം ഇനി നടത്തിയാൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ എന്ത് പറയാണ്? ഞങ്ങൾ വിനീതരാവുന്നു, വിധേയരാവുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് തിരുത്തും? എന്താണ് തിരുത്തുക? വിജയൻ ഈ കഴിഞ്ഞ 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായും 10 വർഷക്കാലം മുഖ്യമന്ത്രിയുമായി ഈ നാട് മുഴുവൻ നശിപ്പിച്ച് നാറാണ് കല്ല് പറഞ്ഞ് പാർട്ടി ഇല്ലാതാക്കി തിരുത്താൻ ഈ പറയുന്ന ഏത് സഖാവ് തയ്യാറാവൂ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. ഏത് സഖാവ് ഏത് സഖാവിനാണ് അത്ര ഊർജ്ജമുള്ളത്? ഗോവിന്ദന് ധൈര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ജില്ലാ സെക്രട്ടറി ആക്കുന്ന KK രാജേഷിന് ധൈര്യമുണ്ടോ? ഇല്ല. പോളിറ്റ് ബ്യൂറോയിൽ ആർക്കുണ്ട് ധൈര്യം? ആർക്കെങ്കിലും ഉണ്ടോ? ആരും തിരുവാതിക്ക് എതിർവായി പറയില്ലല്ലോ. ഒരാളും തിരുവായ്ക്ക് എതിർവായി പറയില്ല. എതിർവായി പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് തിരുത്തുക അസംഭാവ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. വരുന്ന പാർട്ടി സംസ്ഥാന, അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി തൊട്ട് സെൻട്രൽ കമ്മിറ്റി വരുന്ന വിഷയത്തിനകത്ത് വിജയനെതിരെ 1000 ചോദ്യങ്ങൾ ഉയരുകയും വിജയനെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി ഈ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാൻ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോവും ചിലപ്പോ MA ബേബി തന്നെ ആവശ്യപ്പെട്ടാൽ ഞാനതിൽ അത്ഭുതപ്പെടില്ല. കാരണം ഇയാളെ അവിടെ വെച്ച് നിർത്തുക ഒന്നുമില്ല. നിങ്ങളെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ സമ്പൂർണമായി ഇല്ലാതാക്കി, സ്വന്തം മണ്ഡലത്തിനകത്ത് കെട്ടിവെച്ച പൈസ പോലും ഇല്ലാതെ വിധത്തിൽ തോൽക്കുന്നല്ല തോറ്റതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. തോൽവി എന്നല്ല, ഇയാൾ ഇല്ല, ശരിക്കും ഇയാളില്ല, അപമാനിതനായി എന്നുള്ളതാണ്. ഇനി ഇനി ഞാൻ പറയട്ടെ, ഇനി ഇയാളുടെ പേരിന്റെ കൂടെ ഈ പറയുന്ന പിണറായി എന്നുള്ള ഗ്രാമപ്പേര് വെക്കുന്നില്ലേ? ഇത് വെക്കാൻ ഇയാൾക്ക് എന്ത് രാഷ്ട്രീയവും ധാർമ്മികവും ആയിട്ടുള്ള എന്ത് അധികാരവും അവകാശവുമാണ് ഇയാൾക്കുള്ളത്? എന്ത് അവകാശവും ധാർമ്മികമായി ഇയാൾക്കുള്ളത്? ഈ ഗ്രാമത്തിൽ ഞാൻ ഒരു തവണ പറഞ്ഞതാണ് ഈ സാധനം. ഇയാളുടെ പേരിന്റെ കൂടെ പിണറായി എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലവും ഗംഭീരവുമായിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പേര്, സമരഭൂമിയുടെ പേര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിരിക്കുന്ന ഗ്രാമത്തിന്റെ പേര് ഇതുപോലുള്ള ഒരു പരമ ആഭാസന്റെ പേരിന്റെ കൂടെ ചേർക്കേണ്ടുന്ന പേരല്ലാതെ ആയിക്കൂടാ. അവിടെ എടുത്തു മാറ്റിട്ട് വേണം അവിടെ ആലക്കാടൻ വിജയൻ എന്ന് വെക്കണം. ഇയാളുടെ തറവാട് പേര് ആലക്കാടനാണ്. ആലക്കാടൻ വിജയൻ എന്ന് വെക്കണം. മറ്റല്ലാതെ പിണറായി വിജയൻ എന്നുള്ള പേര് വെക്കാൻ ഇയാൾക്ക് ധാർമ്മികമായ രാഷ്ട്രീയമായ ഒരു അവകാശവും ഒരു അധികാരവും ഇയാൾക്ക് ഇനിയില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയേണ്ടതാണ് ഈ സാധനം. DYFI കാരനായിരിക്കുന്ന വസീഫ് പറയണം, MP കോന്നും പറയണം, SFI കാരനായിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഓനും പറയണം. മാറടാന്ന് പറയണം. ഇത് മാറുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ മാത്രമാണെന്ന് ആകുന്നറിയാം. ഇവര് പറയുന്നതിനകത്ത് ഒരു സത്യസന്ധതയുടെ ഒരു അംശം ഉണ്ടാകുന്നുള്ളതിനകത്ത്. ഇല്ലെങ്കിൽ പറയുന്നത് എന്താണ്? കളവാണ്. തീർച്ചയായിട്ടും തിരുത്തേണ്ടത് ആദ്യം ഈ തലപ്പത്തിൽ പാർട്ടി ഇവനെ കൊണ്ട് തിരുത്തിപ്പിക്കണം. ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട്, അതായത് നമ്മുടെ ശബരിമല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഈ ശബരിമല പോലുള്ള സ്ഥലത്ത് ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് ആ കൊള്ളക്കകത്ത് ഒരാൾ പോലും അതിനകത്ത് ഒരു അക്ഷരം ഉരിയാതെ ഇപ്പോഴും നിൽക്കുകയല്ലേ? നിങ്ങൾ ഭൂമിയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിൽക്കാൻ കഴിയും? ഇങ്ങനെ നിൽക്കാൻ കഴിയോ?
ഈ ഗോവിന്ദനെ പോലത്തെ ഒരു വിവരവും ഇല്ലാത്ത, ഒരു വസ്തുവിന് കൊള്ളാത്ത, ഒരു എന്താ പറയാ വെറും കോമാളിയുടെ വേഷം കെട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം. അയാൾ അതിന് രാജിവെച്ച് കൊണ്ടുക. അതായത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ശ്യാമള തോറ്റിരിക്കുന്ന അവസ്ഥയിൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, അയാള് രാജിവെക്കണം. അയാള് ഇല്ലെങ്കിൽ പാർട്ടി അയാളെ പുറത്താക്കണം അയാളെ. ഉറപ്പായിട്ടും ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് നിങ്ങൾ തിരുത്തുക? വിജയനോട് പാർട്ടി MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടണം. എന്നിട്ട് യൂത്തിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കണം അവിടെ. അതുപോലെ തന്നെ ഗോവിന്ദൻ എന്ത് വേണം? ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഗോവിന്ദൻ രാജിവെക്കണം, ഇല്ലെങ്കിൽ ഗോവിന്ദനെ പുറത്താക്കണം. ഇത്രയേറെ നശിപ്പിച്ചിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിങ്ങൾ എന്താണ് കൊണ്ടുകിടക്കുക? നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. നമ്മളിപ്പോ ഇതിലെ വയനാട്ടിലെ ഇതിലെ ഫ്ലാറ്റ് എടുത്തു കൊടുത്തല്ലോ, ടൗൺഷിപ്പ്. അതിനകത്തെ ഒരു 16 12 മറ്റോ ബന്ധുക്കൾ ഇതിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീടിന് ചോർച്ച വന്നിട്ട് അയാൾ നിലവിളിച്ചിട്ട് എന്റെ വീടിങ്ങനെ ചൂഴുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ വസീഫ് എന്ന് പറഞ്ഞിരിക്കുന്ന വഷളൻ പറഞ്ഞ സംഭവം എന്താന്ന് ശരിക്കും? അയാൾ കോൺഗ്രസ്സുകാരനാന്നല്ലേ പറഞ്ഞല്ലേ? അല്ലേ? നിങ്ങൾക്കൊരു അന്യന്റെ വിഷമം കണ്ട് സങ്കടം വരുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് മേഡം നിങ്ങൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്? കരയണ്ടേ നിങ്ങള്? വേണ്ടേ? 10 12 അച്ഛൻ അമ്മ മക്കൾ ഭാര്യ ബന്ധുമിത്രാദി ഇവിടെ എല്ലാം ഒലിച്ചു പോവുക. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ എങ്ങോട്ടാണ് പോയി മറിഞ്ഞത് പോലും അറിയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ജീവിക്കുന്നു. ആ മനുഷ്യനെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് വീട് വളരെ ഗംഭീരം, അത് വേറെ വിഷയം. പക്ഷെ അയാൾ കൊടുത്തിരിക്കുന്ന വീടിനകത്തൊരു കാരുണ്യം അയാൾ പറയാണ് ഇതിനകത്ത് ചോരുന്നുണ്ട്. കാരണം അയാൾക്ക് മഴ എന്ന് പറയുമ്പോൾ അയാൾക്ക് പേടിയായിരിക്കും. കാരണം 16 12 ആളുകളാണ് ഒലിച്ചുപോയത്. ഇത്രയും ഭയാനകമായിരിക്കും അവസ്ഥയെ നേരിട്ടിരിക്കുന്ന ആൾ വസീഫ് നേരിട്ടുണ്ടോ? നേരിട്ടുണ്ടോ? വെറുതെയല്ല. ഇവനാണ് കഴിഞ്ഞ പാർലമെന്റ് 3.25 ലക്ഷം വോട്ടിന് ഈ വഷളൻ തോറ്റത് അവിടെ. ജോലെന്ത് ചെയ്യാന്നറിയോ? ഈ പാർട്ടിന്റെ ബലത്തിൽ നിന്നിട്ട് ഡിവൈഎഫ്ഐ എന്ത് ഡിവൈഎഫ്ഐ ഇവൻ എന്തറിയാം ഡിവൈഎഫ്ഐ എന്താണെന്ന്? ഒറ്റൊരു കാര്യം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാന്ന്. ഡിവൈഎഫ്ഐ എന്നൊരു സാധനം ഉണ്ടാക്കുമ്പോ അതിന്റെ അഖിലേന്ത്യാ സാധനം പഞ്ചാബിലെ ലുധിയാനയിൽ ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി വരുമ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള KSYF, ബംഗാളിൽ നിന്നുള്ള BYSF, തമിഴ്നാട്ടിൽ നിന്നുള്ള ബാലിബർ സംഘം, പഞ്ചാബിൽ നിന്നുള്ള നവജുവാൻ സഭ, ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു കേന്ദ്രീകൃത യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത്. അതാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അതിനൊരു പാർട്ടി പരിപാടി ഉണ്ടാക്കി, ഒരു യൂത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി കേരളത്തിലേക്ക് അയച്ചു കഴിഞ്ഞ് ചർച്ചയ്ക്ക് വന്നു. അന്ന് ഇതിന്റെ അന്ന് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സഖാവ് MBR. എല്ലാവരും കൊടുത്തു. MBR സാധനം വായിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ഈ പരിപാടി യൂത്തിന്റെ പേരിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റിയ ഒന്നുമില്ല. അതുകൊണ്ട് ഈ പരിപാടി പുതുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കുറെ സാധനം ആഡ് ചെയ്യണം. അങ്ങനെ MBR എഴുതി ചേർത്ത സാധനമാണ് എന്താണെന്നറിയോ മേഡം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിശ്ര വിവാഹം എഴുതി ചേർത്തത് DYFIയുടെ പരിപാടിക്ക് എഴുതി വെച്ചത് ഈ മിശ്ര വിവാഹം എഴുതിയത് MB രാഘവന, പിണറായി വിജയനല്ല, ഈ യൂസറസ് അല്ല MAV അല്ല, ഒരുത്തനുമല്ല. അത് എഴുതിയത് MB രാഘവന എഴുതി വെച്ചത്. ആദിവാസികളുടെ സാധനം അത് എഴുതി വെച്ചതാരാണ്? അതും MB രാഘവന. ഇവിടെയാണ് ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത്. അവിടെയാണ് ഒരു നേതാവിന്റെ ക്രാന്തവൃഷിത്വം ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായാണ് CA അജീർ എന്ന് പറയുന്ന DYFIയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് സുധർമ്മയെ വിവാഹം കഴിക്കുന്നത്. മിശ്ര വിവാഹമാണ്. ഇപ്പോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടി സഖാവുമായിരിക്കുന്ന സഖാവ് P. പ്രസാദ് കുമാർ SFIയുടെ പ്രമുഖയായിരിക്കുന്ന വേറൊരു വനിതാ സഖാവിനെ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിക്കുമ്പോൾ അത് പൊളിക്കാൻ പരമാവധി ശ്രമിച്ചാലാണ് ഈ വിജയനും EP ജയരാജനും. അറിയോ നിങ്ങള്? ഈ പിണറായി വിജയൻ അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പാർട്ടി സർക്കുലർ അയച്ചു വിവാഹം നടത്തി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആ സർക്കുലർ എടുത്ത് ചുരുട്ടിച്ചാടി തളിപ്പറമ്പ് ടൗണിൽ ആയിരങ്ങളെ പൊതുയോഗത്തിലെ ചുരുട്ടിച്ചാടി എറിഞ്ഞ് പ്രസംഗിച്ചവരാണ് ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഷാജി. അറിയോ നിങ്ങള്? തലശ്ശേരിയിലെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിനകത്തുള്ള ആളെ പേര് ഞാൻ പറയുന്നില്ല. തലശ്ശേരി കോടതിക്കകത്തുണ്ടായിരിക്കുന്ന പിന്നീട് മജിസ്ട്രേറ്റ് ആയിട്ട് അവർ പിരിഞ്ഞു. അവര് തമ്മിലുണ്ടാക്കുന്ന പ്രണയം ബ്രണ്ണൻകുളയിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പ്രണയമാണ്. ആ പ്രണയം പൊളിച്ചതാരാന്ന്? ഈ വിജയനാണ് പൊളിച്ചത്. അറിയോ നിങ്ങള്? വിജയനാണ് പൊളിച്ചത്. കാരണം അത് മുസ്ലിമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അറിയോ നിങ്ങള്? ഇവിടെയെല്ലാമാണ് MB രാഘവൻ എന്ന് പറഞ്ഞ ഒരാളെന്തായെന്ന് അറിയാം. എത്രയോ 5 10 അല്ല, ഒരുപാട് കാലത്തേക്ക് ഉണ്ടാക്കുന്ന ദൂരത്തേക്ക് കണ്ണ് തുറന്ന് കണ്ട് ഒരു യുവതയെ എങ്ങനെ സമരസജ്ജമാക്കണമെന്ന് അന്വേഷിക്കുന്നത്. ഈ അന്വേഷിക്കുന്നതാണ് ഈ വസീബിനെ പോലത്തെ വാഷളൻ എന്ത് ചെയ്യാന്ന് പറയാ. അപ്പുറത്തെ ഈ സാധനം കാണിച്ച് ചീത്ത വിളിക്കാൻ വരുന്നേ. ഇവൻ എന്ത് DYFI ഇവൻ എന്ത് അറിയാം DYFI എന്താണെന്ന്?
ഞാൻ ഈ ഡിവൈഫൈന്റെ അല്ല, ഞാൻ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയായിട്ടുള്ളത്. ഡിവൈഫിന്റെ ഞാൻ അങ്ങനെ ആയിട്ട് ഒരു അത്യാവശ്യം വില്ലേജ് കമ്മിറ്റിയിൽ മാത്രമേ ഞാൻ അതിന്റെ സെക്രട്ടറി ആയിട്ടേ ഉള്ളൂ. ഞാൻ അപ്പുറത്ത് ഞാൻ പോയില്ല ഇതിനകത്ത്. അപ്പോഴത്തേക്കും പിന്നെ പാർട്ടിക്കാരനായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന എല്ലാവിധ പുരോഗമനപരമായ സംഭവത്തെയും നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി നിന്നിരിക്കുന്നതിന്റെ ആളായി നിൽക്കുന്നവർക്ക് ഒരു തിരിച്ചടി എന്ന് പറയുന്നത് മാത്രമല്ല, ഇവർ മറ്റെന്തെങ്കിലും ആലോചിക്കണം എന്ന് പറയാവുന്ന ഒരു അന്വേഷണമാണ് വാസ്തവത്തിൽ പൊതുജനം ഇപ്പൊ കൊടുത്തിരിക്കുന്ന സംഭവം. ഉറപ്പായിട്ടും സർ. അതാണ് മാഡം നിങ്ങൾക്ക് തോന്നുന്നത്? ഉറപ്പായിട്ടും. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ 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 ഓക്കെ.